Hello everyone. Welcome to the Eye Opener video of Dhanam Smart Savings and Investment Solutions. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ലിഥിയം അയോൺ ബാറ്ററി കമ്പനികളും റീസൈക്ലബിൾ എനർജി എഞ്ചിനീയറിംഗ് ടെക്നോളജിയും രാജ്യത്തിൻ്റെ പോസിറ്റീവ് എക്സ്പെക്റ്റേഷനായി മാറുന്നതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്. ഇലക്ട്രിക്കൽ വെഹിക്കിൾസ്, അതായത് EVs, റിന്യൂവബിൾ എനർജി ഇനിഷ്യേറ്റീവ്സ്, ഇൻഡസ്ട്രിയൽ നീഡ്സ് എന്നിവയ്ക്കായി ലിഥിയം അയൺ ടെക്നോളജിയുടെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഇന്ത്യ ലിഥിയം അയൺ ബാറ്ററി നിർമ്മാണം, ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ എന്നീ മേഖലകളിൽ സെൽഫ് സഫിഷ്യൻസി കൈവരിക്കുന്നതിനുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം, ആത്മനിർഭർ ഭാരത്, മെഗാ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ എന്നിവ ഈ മേഖലയുടെ വേഗമേറിയ ഗ്രോത്തിന് ഇൻസ്പിറേഷൻ ആവുന്നുമുണ്ട്. 2025 മികച്ച നേട്ടം കൈവരിക്കാവുന്ന ഇന്ത്യയിലെ മുൻനിര ബാറ്ററി സ്റ്റോക്കുകളുടെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠനവിധേയമാക്കുന്നത്. ആദ്യമായി അമർ രാജ ബാറ്ററി ലിമിറ്റഡ്. വ്യാവസായിക ഓട്ടോമോട്ടീവ് ബാറ്ററികളുടെ പ്രൊഡക്ഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന അമർ രാജ ബാറ്ററി ലിമിറ്റഡ്, അശോക് ലൈലാൻഡ്, ഫിയറ്റ്, ജനറൽ മോട്ടോഴ്സ്, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്, ഹോണ്ട, ഹുണ്ടായി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, മാരുതി, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ വൻകിട കമ്പനികളുടെ വിതരണക്കാരാണ്. അപ്പോൾ അമർ രാജ ബാറ്ററിയുടെ ടെക്നിക്കൽ പെർഫോമൻസ് നോക്കാം. ഷെയർ ഹോൾഡിംഗ്: പ്രൊമോട്ടർ 32.86%, FII 22.33%, DII 15.36%, പബ്ലിക് 29.43%. ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ്: നെറ്റ് പ്രോഫിറ്റ് 934, ഏർണിംഗ് പെർ ഷെയർ 51.05, റേഷ്യോസ് 13.74. ലെഡ് ആസിഡ് ബാറ്ററി വിപണിയിലെ മുൻനിരക്കാരും ഇന്ത്യയിലെ ബാറ്ററി ഇൻഡസ്ട്രീസിൽ പേരുകെട്ട കമ്പനിയുമാണ് അമർ രാജ ബാറ്ററീസ് ലിമിറ്റഡ്. ലിഥിയം അയോൺ ബാറ്ററിയുടെ സ്പേസിൽ ഇലക്ട്രിക് വെഹിക്കിളിനും എനർജി സ്റ്റോറേജ് വികസിപ്പിക്കുന്നതിനുമായി കമ്പനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പ്രാദേശികമായി നിർമ്മിക്കുന്ന AGM ബാറ്ററികൾ വിതരണം ചെയ്യുന്നതിനായി ഹുണ്ടായി മോട്ടോഴ്സ് ഇന്ത്യയുമായി ഉൾപ്പെടെയുള്ള സ്ട്രാറ്റജിക് പാർട്ടിസിപ്പേഷൻ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്തിൽ പ്രധാന പങ്ക് വഹിക്കാൻ സാധ്യതയുള്ള ഒരു കാരണവുമാണ്. അമർ രാജ ബാറ്ററിയുടെ വളർച്ചയെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, പ്രമുഖ കമ്പനികളുമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ. അതായത് ഹുണ്ടായിയുടെ ഇന്ത്യൻ ലൈനപ്പിൽ അമർ രാജയുടെ AMG ബാറ്ററികൾ ഉപയോഗിക്കുന്നതിന് മോട്ടോഴ്സുമായിട്ടുള്ള ഒരു കോഓപ്പറേഷൻ ഒരു പ്രധാന നീക്കമാണ്. ഇത് ഇന്ത്യയിലെ EV വിപ്ലവത്തിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ കമ്പനിയെ ഒരു പരിധിവരെ സഹായിക്കുന്നു. അതുപോലെ വൈവിധ്യമാർന്ന ഉൽപാദന പോർട്ട്ഫോളിയോ, ടൂ വീലറുകൾ, 3 വീലറുകൾ, വ്യാവസായിക ആപ്ലിക്കേഷനുകൾ എന്നിവയ്ക്കായി കമ്പനി ബാറ്ററി പാക്കുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. ഈ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ഒരൊറ്റ ഉൽപ്പന്ന ലൈനുമായി ബന്ധപ്പെട്ട റിസ്ക് വരാതെ ആ റിസ്ക് ഫാക്ടേഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കമ്പനിയെ സഹായിക്കുന്നുണ്ട്. സുസ്ഥിരതയും സാങ്കേതികമായ കണ്ടുപിടുത്തങ്ങളും. പരമ്പരാഗത ലെഡ് ആസിഡ് ബാറ്ററികളുമായി കമ്പാരിസൺ ചെയ്യുമ്പോൾ കൂടുതൽ മികച്ചതും ഇന്ത്യൻ ഡ്രൈവിംഗ് സാഹചര്യങ്ങൾക്ക് സ്യൂട്ടബിളായ പുതിയ ലിഥിയം അയൺ ബാറ്ററികൾ വികസിപ്പിക്കുന്നതിൽ അമർ രാജ ബാറ്ററി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത് EV ESS സ്പേസിലെ ഫ്യൂച്ചർ ട്രേഡറായി കമ്പനിയെ ഉയർത്താൻ കാരണമാകും. ഹുണ്ടായി മോട്ടോഴ്സുമായിട്ടുള്ള പാർട്ണർഷിപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ശ്രദ്ധേയമായ നേട്ടത്തോടെ അമർ രാജയുടെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുമുണ്ട്. ലിഥിയം അയൺ ബാറ്ററികൾ, പ്രത്യേകിച്ച് ഓട്ടോമോട്ടീവ്, ഊർജ്ജ മേഖലകളിൽ ഫ്യൂച്ചർ ഗ്രോത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷയിൽ സ്റ്റോക്ക് വളരെയധികം ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റോക്ക് ടാർഗറ്റ്: അനലിറ്റിക്കൽ എക്സ്പേർട്സിന്റെ അഭിപ്രായത്തിൽ 1395 രൂപയുടെ ടാർഗറ്റ് വിലയിൽ സ്റ്റോക്ക് വാങ്ങുവാൻ റെക്കമെൻഡേഷൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ടാർഗറ്റ് വില കമ്പനികളുടെ ഫ്യൂച്ചർ പൊട്ടൻഷ്യലിലേക്കുള്ള കോൺഫിഡൻസിനെ റിഫ്ലക്ട് ചെയ്യുന്നു. എസ്പെഷ്യലി വികസിക്കുന്ന ഇലക്ട്രിക് മൊബിലിറ്റി, എനർജി സ്റ്റോറേജ് മാർക്കറ്റുകളിൽ അമർ രാജയുടെ Q2 ഫലങ്ങൾ സ്ഥിരമായ വളർച്ച പ്രകടമാക്കുന്നുണ്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് 11.6% വർധനയോടെ 3135.83 കോടി രൂപ. അറ്റ വരുമാനം 240.7 കോടി. വാർഷിക വളർച്ച 6.3%. ശക്തമായ ബേസിക്സ് ഫംഗ്ഷനുകളും പാർട്ടിസിപ്പേഷനും പുതിയ ടെക്നോളജിയിലേക്കുള്ള എക്സ്പാൻഷനും കണക്കിലെടുത്ത് അമർ രാജ ബാറ്ററികൾ ഒരു മികച്ച നിക്ഷേപ തെരഞ്ഞെടുപ്പാണ്. ടെക്നിക്കൽ അനാലിസിസിൽ ആദ്യമായിട്ട് നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ പറ്റി നോക്കാം. ഇവിടെ 3 ലെവലുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു റിജക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ കേസ് താഴേക്ക് പോവുകയാണെങ്കിൽ പോകാനുള്ള ഒരു ലെവലും കൂടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൂവിങ് ആവറേജസ് 50, 100, 200 മൂവിങ് ആവറേജസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മൂവിങ് ആവറേജും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും കമ്പൈൻ ചെയ്തിട്ട് ഒരു ടാർഗറ്റ് നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രമിക്കുന്നുണ്ട്.
ഇനി നമുക്ക് അടുത്ത കമ്പനിയെ പറ്റി പഠിക്കാം. രണ്ടാമതായി എക്സൈഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഇന്ത്യയിലെ കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ മൾട്ടിനാഷണൽ സ്റ്റോറേജ് ബാറ്ററി നിർമ്മാണ കമ്പനിയാണ് എക്സൈഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഇന്ത്യയിലെ ലെഡ് ആസിഡ് സ്റ്റോറേജ് ബാറ്ററികളുടെയും പവർ സ്റ്റോറേജ് സൊല്യൂഷൻസിന്റെയും ഏറ്റവും വലിയ നിർമ്മാതാവാണ് കമ്പനി. കമ്പനിയുടെ ഉൽപ്പന്ന ശ്രേണിയിൽ ഓട്ടോമോട്ടീവ് ബാറ്ററികളും ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ കമ്പനി എക്സൈഡ്, SF സോണിക്, സ്റ്റാൻഡേർഡ്, ഫുർക്കാവ ബ്രാൻഡുകൾക്ക് കീഴിലുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നു. കൂടാതെ എല്ലാ 2 വീലർ കാർ നിർമ്മാതാക്കൾക്കും ബാറ്ററി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ഇന്റർനാഷണൽ മാർക്കറ്റുകളിൽ അവർ ഡൈനെക്സ്, ഇൻഡെക്സ്, സോണിക് ബ്രാൻഡുകൾക്ക് കീഴിലുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും ചെയ്യുന്നു. വ്യാവസായികമായി ബാറ്ററികൾ ഇന്ത്യയിൽ എക്സൈഡ്, ഇൻഡെക്സ്, SF, സീൽ, പവർ സേഫ് എന്നീ ബ്രാൻഡുകളിലും സീൽ, ക്ലോറൈഡ്, ഇൻഡെക്സ് ബ്രാൻഡുകൾ കീഴിലും ഇന്റർനാഷണൽ മാർക്കറ്റുകളിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 45.99%, FII 12.31%, DII 17.97%, പബ്ലിക് 23.72%. ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 882, ഏണിംഗ് പെർ ഷെയർ 10.31, റേഷ്യോ 6.8. ഗ്രോത്ത് സെക്ടേഴ്സ്. എക്സൈഡ് ഇൻഡസ്ട്രീസ് ആക്റ്റീവായ സബ്സിഡറികളായ എക്സൈഡ് എനർജി സൊല്യൂഷൻസ് വഴി ലിഥിയം അയൺ ബാറ്ററി ഉൽപ്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഹണിവെൽ, ഹുണ്ടായി എന്നിവരുമായി നടത്തുന്ന കരാറുകളിൽ ഇത് വിപുലമായ വളർച്ചയിലേക്ക് നയിക്കുന്നു എന്ന ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൂടി നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അതുപോലെ തന്നെ പുതിയ പുതിയ പദ്ധതികൾ. ബംഗളൂരുവിൽ 100 കോടി രൂപ നിക്ഷേപിച്ചാണ് 12 ജിഗാവാട്ട് ശേഷിയുള്ള പുതിയ ലിഥിയം അയൺ ബാറ്ററി പ്ലാന്റ് ആരംഭിക്കുന്നത്. ലോജിസ്റ്റിക് ചെലവ് കുറയ്ക്കാനും ഗ്രീൻ എനർജി പിന്തുണയ്ക്കാനുമുള്ള ഗ്രീൻ ലൈൻ മൊബിലിറ്റിയുമായുള്ള സഹകരണത്തിലൂടെയാണിത്. സ്റ്റോക്ക് പെർഫോമൻസ്. നവംബറിലെ താഴ്ന്ന നിലയിൽ നിന്ന് ഡിസംബർ അവസാനം വരെ എക്സൈഡ് സ്റ്റോക്ക് ഏതാണ്ട് 2.1% ഉയർന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനി 4372 കോടി രൂപയുടെ ഇൻകവും 233 കോടി രൂപ പ്രോഫിറ്റും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എബിറ്റിഡ മാർജിൻ മെച്ചപ്പെട്ടതും വിപണി മൂലധനം 35,530 കോടി രൂപയിലെത്തിയതും പെർഫോമൻസിലെ കരുത്താണ്. എക്സൈഡ് ഇൻഡസ്ട്രീസ് ഇലക്ട്രിക് വെഹിക്കിൾ മാർക്കറ്റിൽ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനുള്ള നടപടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ടാറ്റ ഗുജറാത്ത് ബാറ്ററി പ്രോജക്റ്റ്. എക്സൈഡ് ഉൾപ്പെടെയുള്ള പ്രമുഖ കമ്പനികൾ പാർട്ട്നേഴ്സായി മാറിയേക്കും. ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് ഇതുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജിക് ഗ്രോത്തും സാധ്യതകളും മാർക്കറ്റിനെ ബുള്ളിഷ് നിലയിൽ നിലനിർത്തുന്നു. സ്ട്രാറ്റജിക് ഗ്രോത്ത്സ്. എക്സൈഡ് ഇൻഡസ്ട്രീസ് ഇലക്ട്രിക് വെഹിക്കിൾസ് മാർക്കറ്റിൽ ലിഥിയം അയൺ ബാറ്ററി നിർമ്മാണത്തിൻ്റെയും ആഗോള ഡിമാൻഡിന് അനുയോജ്യമായ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നു. നിക്ഷേപകരുടെ സാധ്യതകൾ. നീണ്ടകാല നിക്ഷേപങ്ങൾക്ക് എക്സൈഡ് ഒരു ശക്തമായ ചോയ്സ് ആയിരിക്കും, പ്രത്യേകിച്ച് EV വിപണിയിൽ വലിയ പങ്കാളിത്തം പുലർത്തുന്നതിനാൽ. റിസ്ക് ഫാക്ടറുകൾ. കുറഞ്ഞ താൽക്കാലിക ലാഭമോ തന്ത്രപരമായ മാറ്റങ്ങളിലേക്കുള്ള കാലതാമസമോ ഉണ്ടായേക്കാം, പക്ഷേ സുസ്ഥിരമായ പുതിയ നിക്ഷേപങ്ങളും ഈ റിസ്കുകൾ കുറയ്ക്കുന്നുണ്ട്. ഇനി ടെക്നിക്കൽ അനാലിസിസിലേക്ക് കിടക്കാം. ടെക്നിക്കൽ അനാലിസിസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഒരു 4 ലെവൽസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മൂവിംഗ് ആവറേജസ് 50 മൂവിംഗ് ആവറേജും അതുപോലെ തന്നെ 200 മൂവിംഗ് ആവറേജും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ യെല്ലോ കളറിൽ കാണുന്നത് 50 മൂവിംഗ് ആവറേജ് ആണ്. അതുപോലെ തന്നെ ഈ ബ്ലൂ കളറിലുള്ളത് 200 മൂവിംഗ് ആവറേജ് ആണ്. ബേസിക്കലി നമ്മുടെ ഒരു ടെക്നിക്കൽ അനാലിസിസ് കൺസെപ്റ്റ് വെച്ചിട്ട് ഇതിന്റെ താഴെയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഒരു ഡൗൺ മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു അനാലിസിസ് ആയിരിക്കും തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ഉണ്ടാവുക. എങ്കിൽ കൂടിയും ഇവിടെ ഒരു റിജക്ഷൻ നമ്മൾ ചെറിയ രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഫിബൊനാച്ചി റിട്രേസ്മെന്റ് സ്ലൈഡ് നമ്മളിവിടെ കാണുന്നുണ്ട്. 0.5 നിന്ന് നമ്മൾ റിജക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതും കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. പ്രഡിക്ഷൻ. എക്സൈഡ് ഇൻഡസ്ട്രീസിന്റെ ഒരു ടാർഗറ്റ് വില എന്നത് 463 രൂപയാണ്. നിലവിലെ വിലയായ 421.35 രൂപയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 11.15% നേട്ടം കാണുന്നുണ്ട്. കൺക്ലൂഷൻ. ഇലക്ട്രിക് വാഹനങ്ങൾക്കും എനർജി ട്രാൻസ്മിഷൻ സൊല്യൂഷനുകൾക്കുമുള്ള വികസിച്ചുകൊണ്ടിരിക്കുന്ന ഡിമാൻഡിന് അനുസൃതമായി ലിഥിയം അയൺ ബാറ്ററി മേഖലയിലേക്ക് നീങ്ങുമ്പോൾ എക്സൈഡ് ഇൻഡസ്ട്രീസ് കാര്യമായ പരിവർത്തനത്തിന്റെ ഒരു ഘട്ടം നാവിഗേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ലെഡ് ആസിഡ് ബാറ്ററികളിൽ ശക്തമായ ഫൗണ്ടേഷനും EVകൾക്കും എനർജി ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനും വേണ്ടിയുള്ള ലിഥിയം അയൺ ടെക്നോളജിയിലേക്കുള്ള സ്ട്രാറ്റജിക് ചേഞ്ചും അവർക്കുണ്ട്. ഹുണ്ടായി മോട്ടോഴ്സ് ഇന്ത്യയുമായിട്ടുള്ള ഷോർട്ട് ടേം പാർട്ട്ണർഷിപ്പും ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസൃതമായി AGMലും ലിഥിയം അയൺ ബാറ്ററികളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ
അമർ രാജ വേറിട്ട് നിൽക്കുന്നു. എക്സൈഡ് ഇൻഡസ്ട്രീസ് മറിച്ച് ലിഥിയം അയൺ ബാറ്ററികളിലേക്ക് മാറുന്നതിന് അതിൻ്റെ വിപുലമായ മാർക്കറ്റ് പ്രസൻസും ലെക്ലാഞ്ചയുമായുള്ള സഹകരണവും പ്രയോജനപ്പെടുത്തുന്നു. രണ്ട് കമ്പനികളും ലോങ് ടൈം ഗ്രോത്തിന് തയ്യാറെടുക്കുമ്പോൾ അതിൻ്റെ പ്രധാന ഓട്ടോമോട്ടീവ് ബാറ്ററി സെഗ്മെൻറ്റിൽ സ്ട്രോങ് ആയി നിലനിർത്തുകയും ഇലക്ട്രിക് വെഹിക്കിൾ മാർക്കറ്റിലെ ഗ്രോത്തിൽ നിന്ന് ബെനിഫിറ്റ് നേടുന്നതിന് മികച്ച സ്ഥാനത്ത് തുടരുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിൽ സന്തോഷം. ഇനിയും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയ വീഡിയോകളുമായിട്ട് ഉടനെ വരാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കണം ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.